നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മടിയിൽ കനമില്ലാത്ത, കൈകൾ ശുദ്ധമായിട്ടുള്ള, തീയിൽ കുരുത്ത കുതിരയായ, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനായ മൾട്ടി ഹേർട്ടഡ് CMനെ വെല്ലുവിളിക്കുന്നു. തൂക്കിയെടുത്ത് അകത്തിട്ട് ധൈര്യം കാണിക്കും CMA. കിറ്റക് സാബു കാരണം സൂര്യൻ എയറിലാണ്. മകൾ വീണ വിജയന് നേരെ ഒരു വജ്രായുധം കയ്യിലുണ്ടെന്ന് സാബു ഒന്ന് പൊട്ടിച്ചായിരുന്നു. എന്നോട് കൂടുതൽ കളിച്ചാൽ അതെടുത്ത് പ്രയോഗിക്കുമെന്ന ഭീഷണി കിറ്റക് സാബു മുഴക്കിയതോടെ വായിലെ പിരിവെട്ടി നിൽക്കുകയാണ് പിണറായിക്ക്. ഇത് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് വരുന്നവനും പോകുന്നവനും എല്ലാം പിണറായിക്കിട്ട് താങ്ങിയിട്ടാണ് പോകുന്നത്. കേസെടുത്ത് അകത്തിട്ട് ധൈര്യം കാണിക്കും CMA എന്നാണ് പിണറായി ശത്രുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു കുറിപ്പിട്ടിരുന്നു. ഞങ്ങളുടെ CMനെ കയറി ചൊറിയുന്നോടാ, കേസെടുത്ത് അകത്താക്കും ഡബിൾ ചങ്കനെന്ന്. ആ ധൈര്യം കാണിക്കും CMA എന്നാണ് കട്ടപ്പരിഹാസം. വലിയ ട്രോളാണ് വരുന്നത്. സാബു അണ്ണനോടും വീണ മാസപ്പടി വാങ്ങിയോ എന്നാണ് പൊങ്കാല. വിശാല ഹൃദയനായ ആശാൻ സാബു അണ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു. പഴയ വിജയൻ അല്ലാത്തത് സാബുവിൻ്റെ ഭാഗ്യം. അതൊക്കെ ഒരു പ്രത്യേക ആക്ഷൻ ഇട്ട് ഇരട്ടച്ചങ്കൻ തീർത്തിരിക്കും. PVയെ നാട്ടുകാരെടുത്ത് ഉടുക്കുവാണല്ലോ. തീരുമ്പോൾ മുഖ്യന് പണിയാണ്. എന്നെ ഒന്ന് നിലത്ത് നിർത്തടാന്ന് PVയുടെ കരച്ചിൽ. അങ്ങനെ വലിയ ട്രോളുകളാണ് മുഖ്യന് നേരെ വരുന്നത്. കിറ്റക് സാബു ഇത്ര വലിയ വെല്ലുവിളി നടത്തിയിട്ടും ഇതുവരെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു? കിറ്റക് സാബുവിനെ ഭയന്നിട്ടാണോ പിണറായി മിണ്ടാത്തത്? ഗോവിന്ദനും AK ബാലനും EP ജയരാജനുമൊക്കെ മൗനത്തിലാണ്. SFIക്കാരും DYFIയും സാബുവിനെതിരെ കൊലവിളിയും നടത്തുന്നില്ല. അപ്പോൾ ഭയക്കാൻ മാത്രം എന്തോ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ വരുന്നവനും പോകുന്നവനും എല്ലാം പിണറായി വിജയനെയും മകളെയും എടുത്തിട്ട് പോരിക്കുന്നു. സ്വപ്നയും കൊന്നു കൊല വിളിച്ചിട്ട് പോയിട്ടും പിണറായി മിണ്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ആശാ ലോറൻസും എടുത്തിട്ട് കൂട്ടിയിരുന്നു. പഴയ വിജയനായിരുന്നെങ്കിൽ കിറ്റക് സാബു തന്നെ ഞാൻ പ്രത്യേക ആക്ഷൻ കാണിച്ച് കടക്ക് പുറത്ത് പറയുമായിരുന്നു. വെറുതെ വീട്ടിലിരിക്കുന്നവരെ എന്തും പറയുന്നു, അങ്ങോട്ട് മാറി നിൽക്ക്, ബാക്കി മണി സാറ് പറയുന്നതാണ്. ഡിയർ ഗോവിന്ദേട്ടാ, ഡിഫമേഷൻ കേസ് കൊടുക്കാൻ CPIM പാർട്ടി അനുമതി കൊടുക്കണമെന്ന എൻ്റെ ശക്തമായ അഭിപ്രായം. രൂപ 30 ലക്ഷം സംഭാവന കൊടുത്തു എന്നും സാബു വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. GST അടച്ചോ എന്തോ. ഹോണറബിൾ CM ചുമ്മാതാണേ ഈ എഴുത്തുകൾ. ഞാനൊരു പാവം കൊങ്ങി സംഘി കമ്മികൾ സന്തോഷിക്കാൻ എഴുതിയതാണേ. ഇതായിരുന്നു ആശാ ലോറൻസിൻ്റെ പോസ്റ്റ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ട്രോളുകൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുകയാണ്. വീണ വിജയന് നേരെയും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും പെടാതെ റിയാസ് രക്ഷപ്പെട്ടൊരു സേഫ് സോണിൽ നിൽക്കുകയാണ്. റിയാസ് ഇതിലൊന്നും പ്രതികരിക്കുന്നതേയില്ല. ഭാര്യ ആരെന്ത് വന്ന് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ് റിയാസിൻ്റെ പോക്ക്. എന്തായാലും കിറ്റക് സാബു ഒരു വലിയ ബോംബാണ് പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ കിറ്റക് സാബുവിന് പറയാനുണ്ടെന്നാണ് മലയാളികൾ പറയുന്നത്. എങ്ങനെയെങ്കിലും പിണറായി വിജയൻ ആ കിറ്റക് സാബുവിനെ ഒന്ന് അറസ്റ്റ് ചെയ്യണേ എന്നാണ് കൂട്ട പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്താലല്ലേ സത്യങ്ങൾ പുറത്തേക്ക് വിടൂ എന്നുള്ളതാണ് സാബു അണ്ണൻ്റെ ഒരു വെല്ലുവിളി. എന്തായാലും വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്.